Real analysis class. ഇന്ന് നമ്മൾ പുതിയ മൊഡ്യൂളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ലാസ്റ്റ് മൊഡ്യൂൾ തേർഡ് മൊഡ്യൂളിൽ കുറച്ച് ഭാഗം നമ്മൾ നിർത്തി വെച്ചിട്ടാണുള്ളത്. സീരീസ് കുറച്ചും കൂടി എടുക്കാനുണ്ട്. അതവിടെ നിർത്തി വെച്ചിട്ട് നമ്മൾ തൽക്കാലം ലാസ്റ്റ് നമുക്ക് സീരീസ് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഫങ്ഷൻസിലേക്കാണ് കടക്കുന്നത്. നാലാമത്തെ മൊഡ്യൂൾ, ലാസ്റ്റ് മൊഡ്യൂൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ്. അപ്പോൾ എന്താണ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ എഫ് എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുക എന്നൊക്കെ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും കൂടി അപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ, ഒന്നുകൂടി റിഗറായിട്ടുള്ള നല്ല ഡെഫിനിഷൻ, ഒന്നും കൂടി തിയററ്റിക്കൽ ആയിട്ടുള്ള ഡെഫിനിഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡെഫിനിഷൻ ഇതാണ്: ലെറ്റ് എ സബ്സെറ്റ് ഓഫ് ആർ, എ ഇസ് എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ലെറ്റ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ആർ. A is a subset of real numbers and f is a function from a to r, and let c is a number in a. C belongs to a. We say that f is continuous at c if given any epsilon greater than 0. Any epsilon however small. എത്ര ചെറിയ epsilon തന്നാലും നമുക്കൊരു ഡെൽറ്റ കണ്ടെത്തി തരാൻ പറ്റണം. Such that if x is any point of a satisfying എയിലുള്ള ഒരു പോയിന്റ് ആണ് x എങ്കിൽ ഡെൽറ്റൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഡയറക്ഷൻ ഡെൽറ്റ വിത്ത് ദിസ് പ്രോപ്പർട്ടിയാണ്. എന്താണ് ആ പ്രോപ്പർട്ടി എന്ന് അറിയോ? ഡെൽറ്റ അകലത്തിൽ കിടക്കുന്ന സിയുടെ ഡെൽറ്റ അകലത്തിൽ കിടക്കുന്ന എല്ലാ എക്സുകളും മോഡ് എക്സ് മൈനസ് സി ലെസ് താൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും സി മൈനസ് ഡെൽറ്റ ലെസ് താൻ എക്സ് ലെസ് താൻ സി പ്ലസ് ഡെൽറ്റ. അതാണ് ഇത് സാധനം. അല്ലെങ്കിൽ സി മൈനസ് ഡെൽറ്റ കോമ സി പ്ലസ് ഡെൽറ്റ എന്ന ഇൻ്റർവെല്ലുള്ള എക്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ, സി മൈനസ് ഡെൽറ്റ കോമ സി പ്ലസ് ഡെൽറ്റ എന്ന ഇൻ്റർവെൽ, ഓപ്പൺ ഇൻ്റർവെല്ലിൽ കിടക്കുന്ന ഏതൊരു എക്സിനും എന്ത് പ്രത്യേകത ഉണ്ട്? ആ എക്സ് എവിടെ ആയിരിക്കണം? എയിലുള്ള എക്സ് ആയിരിക്കണം. നമ്മൾ എവിടെയാണോ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത് ആ സെറ്റിലെ നമ്മളെ പോയിന്റ് ഉള്ള സെറ്റ്, നമ്മളെ പോയിന്റ് എ എന്ന സെറ്റിലാണ് ഉള്ളത്. അപ്പോൾ ആ സെറ്റിലുള്ള എലമെന്റ്സ് ആയിരിക്കണം എക്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിയൽ നമ്പർ 6 റിയൽ നമ്പേഴ്സ് എ ആയിട്ട് ഞാൻ ക്യൂ എടുത്തു, സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഒരു റാഷണൽ നമ്പറിലാണ്, അപ്പോൾ ക്യൂയിലുള്ള ഒരു എലമെന്റ് പോയിന്റ് ആണ് സി, ഒരു റാഷണൽ നമ്പറാണ് സി. സിയിൽ കണ്ടിന്യൂസ്, ഒരു റാഷണൽ നമ്പർ സിയിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അപ്പം ഡെൽറ്റ അകലത്തിലുള്ള സിയുടെ ഡെൽറ്റ അകലത്തിലുള്ള സി എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ സിയുടെ ഡെൽറ്റ അകലത്തിലുള്ള എല്ലാ റാഷണൽ നമ്പർ എക്സും, എല്ലാ റിയൽ നമ്പർ എക്സും വേണ്ട, എല്ലാ റാഷണൽ നമ്പർ എക്സും, സിയുടെ ഡെൽറ്റ അകലത്തിലുള്ള റാഷണൽ നമ്പർ എക്സിന് എക്സിൻ്റെ ഇമേജും എഫ് ഓഫ് എക്സും എഫ് ഓഫ് സിയും തമ്മിലുള്ള അകലം അപ്സിലോണിൽ കുറയണം. ഇത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ നെഗേഷൻ നിങ്ങൾ ആദ്യം പഠിക്കണം. നെഗേഷൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെഗേഷൻ ഒന്ന് എഴുതാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പോഴാണ് നിങ്ങൾ ഇതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ വേറൊരു കാര്യം കൂടി, ഇഫ് എഫ് ഫെയിൽസ് ടു ബി കണ്ടിന്യൂസ് അറ്റ് സി, എഫ് കണ്ടിന്യൂസ് ആവാൻ ഫെയിൽ ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയും വി സേ ദാറ്റ് എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് സി. വളരെ ഈസി ആയിട്ടുള്ള നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. എഫ് കണ്ടിന്യൂസ് അല്ല എന്ന് പറയുമ്പോൾ, ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ എഫ് കണ്ടിന്യൂസ് അല്ല സി എങ്കിൽ നമ്മൾ എഫ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് സി എന്നും പറയും. ഓക്കെ, സാധാ ഇംഗ്ലീഷിലെ ഇതുപോലെ തന്നെയാണ് അത്. അപ്പോൾ നോക്ക്, എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എഫ് കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എഫ് കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വരും. ഇപ്പോൾ ഒരു കർവ് ഇങ്ങനെ വന്ന് ഇവിടേക്ക് എത്തി, പിന്നെ ഇവിടെ നിന്നൊരു ചാട്ടം, ഇവിടെ ഒരു ജംപ്ഡ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ നമുക്കതറിയാതാ ഈ സി എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഇവിടെ ഞാൻ എന്ത് ചെയ്യും, ചെറിയൊരു അപ്സിലോൺ എടുക്കും. ഈ ലെങ്ത്തിനേക്കാൾ ഈ പോയിന്റ് ഇവിടെ ഉള്ളത്, അപ്പോൾ ഞാൻ ഇതിനേക്കാളും ചെറുതൊന്നുമില്ല അപ്സിലോൺ എടുത്ത്, ഒരു അപ്സിലോൺ നോട്ട് എടുത്ത്, there exists an epsilon naught greater than 0 such that ഞാനിവിടെ എങ്ങനെ ഡെൽറ്റ ചൂസ് ചെയ്തിട്ടും കാര്യം സച്ച് ദാറ്റ് ഫോർ എവറി ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0, സിയുടെ നൈബർഹുഡ്, സിൻ്റെ നൈബർഹുഡിൻ്റെ റേഡിയസ് ആണ് കേട്ടോ ഡെൽറ്റ. ഇവിടെ മോഡ് എക്സ് മൈനസ് സി ലെസ് താൻ ഡെൽറ്റ ഞാൻ പറഞ്ഞു സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ എന്ന ഇൻ്റർവെലാണെന്ന്. അതായത് സാധനം സി സെൻറ്ററായിട്ട് ഡെൽറ്റ റേഡിയസ് ഉള്ള, സി സെൻറ്ററും ഡെൽറ്റ റേഡിയസും ഉള്ള ഓപ്പൺ ഇൻ്റർവെലാണത്. സി സെൻറ്ററും ഡെൽറ്റ റേഡിയസും ഉള്ള, ഇതാണ് സി പ്ലസ് ഡെൽറ്റ. ഇത് സി പ്ലസ് ഡെൽറ്റ, ഇതാണ് എന്ത് സി മൈനസ് ഡെൽറ്റ. സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ എന്ന ഈ ഇൻ്റർവെല്ലിലെ ഏത് എക്സ് നിങ്ങൾ എടുത്താലും, എങ്ങനെ നിങ്ങൾ ഡെൽറ്റ ചൂസ് ചെയ്താൽ, എത്ര ചെറിയ ഡെൽറ്റ നിങ്ങൾ ചൂസ് ചെയ്താലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും ഒരു എക്സിനെ. ഓക്കെ, ഒരു എക്സിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് എക്സിനെ കണ്ടെത്താൻ പറ്റും. ആ എക്സിൻ്റെ ഇമേജ് എത്ര അറിയോ? ആ എക്സിൻ്റെ ഇമേജ് നിങ്ങളെ ഈ ഇൻ്റർവെല്ലിൻ്റെ പുറത്ത് കിടക്കും.
ഓക്കെ, നല്ല ബുദ്ധിമുട്ടാണ് ഇതൊന്ന് പറഞ്ഞ് ഫലിപ്പിക്കണമെങ്കിൽ നിങ്ങൾ അതൊന്ന് ആദ്യം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, കൂടുതൽ ടൈം ഇത് വീഡിയോ കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ആദ്യം കണ്ടിന്യൂറ്റി ഒന്നും കൂടി ഒന്ന് പറയാം, എന്നാലേ നോട്ട് കണ്ടിന്യൂസ് ശരിക്കും മനസ്സിലാവുള്ളൂ. കണ്ടിന്യൂറ്റി ശരിക്കും പറയാൻ വേണ്ടത് സി എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ സിയുടെ അല്ല എഫ് ഓഫ് സിയുടെ ഏതൊരു നൈബർഹുഡ് എടുത്താലും വി അപ്സിലോൺ ഓഫ് എഫ് ഓഫ് സി എന്ന എഫ് ഓഫ് സിയുടെ ഒരു അപ്സിലോൺ നൈബർഹുഡാണ് ഇത്. എഫ് ഓഫ് സിയുടെ ഒരു അപ്സിലോൺ നൈബർഹുഡാണിത്. എഫ് ഓഫ് സിയുടെ ഒരു അപ്സിലോൺ നൈബർഹുഡാണിത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കണ്ടെത്താൻ പറ്റും നിങ്ങൾ എത്ര അപ്സിലോൺ ഡെൽറ്റ ഗെയിമാണ്. ഏതുപോലെ കൺവേർജൻസിൽ അപ്സിലോൺ കെ ഗെയിം പോലെ നിങ്ങൾ എനിക്ക് അപ്സിലോൺ പറഞ്ഞു തരുമ്പോൾ ഞാനാണ് കൺവേർജൻസ് പറയുന്നതെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു തരണോ? കെ പറഞ്ഞു തരാം, സ്റ്റേജ് പറഞ്ഞു തരണം. ഇത്ര സ്റ്റേജിന് ശേഷം മോഡ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് താൻ അപ്സിലോൺ ആയിരിക്കുന്നത്. ഇവിടെ അതേപോലെ നിങ്ങൾ അപ്സിലോൺ തരുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞു തരണം? ഡെൽറ്റ പറഞ്ഞു തരണം നിങ്ങൾക്ക്. ഞാനാണ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഡെൽറ്റ പറഞ്ഞു തരണം. നിങ്ങൾ പറഞ്ഞു തരുന്ന ഓരോ അപ്സിലോണിനും ഞാൻ ഡെൽറ്റ പറഞ്ഞു തരണം. ഡെൽറ്റ ഡിപ്പെൻഡിങ് ഓൺ അപ്സിലോൺ ആണ്. ഡെൽറ്റ ഓഫ് അപ്സിലോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഡെൽറ്റ ബ്രാക്കറ്റിൽ അപ്സിലോൺ അല്ലെങ്കിൽ ഡെൽറ്റ സഫിക്സ് അപ്സിലോൺ എന്നൊക്കെ പറയാം. ഡെൽറ്റ ഡിപ്പെൻഡിങ് ഓൺ അപ്സിലോൺ ആണ്. അപ്പം നിങ്ങൾ എനിക്ക് അപ്സിലോൺ തന്നു, ഇത്ര ചെറിയൊരു അപ്സിലോണാണ് തന്നത്. അപ്പം ഞാൻ എന്ത് കണ്ടെത്തി തരാമെന്ന് അറിയാം? സിയുടെ ചെറിയൊരു നൈബർഹുഡെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം. എന്താ പ്രത്യേകത എന്ന് പറയാം നൈബർഹുഡിൻ്റെ? സിയുടെ ഒരു ചെറിയ നൈബർഹുഡെങ്കിലും, ചെറുതെങ്കിലും മതി, ചെറുതെങ്കിലും. വലുതെടുത്താൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല. ഒരു നൈബർഹുഡ് ഞാൻ കണ്ടെത്തി തരണം. എന്താണ് ആ നൈബർഹുഡിൻ്റെ പ്രത്യേകത? ഒരു നൈബർഹുഡ് ഞാൻ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഒരു ഡെൽറ്റ ഞാൻ കണ്ടെത്തുക എന്നർത്ഥം. ഡെൽറ്റയും നൈബർഹുഡും ഈക്വലൻ്റ്. എന്താ വെച്ചാൽ ഒരു നൈബർഹുഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഉണ്ടാവും. എന്താ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ? നൈബർഹുഡും ഡെൽറ്റയും തമ്മിലുള്ള ബന്ധം എന്താ? നൈബർഹുഡിൻ്റെ റേഡിയസ് ആണ്. നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ ലൈനിലെ നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓപ്പൺ ഇൻ്റർവലാണ്. ഓപ്പൺ ഇൻ്റർവെല്ലിൽ റേഡിയസ് ഉണ്ടാവുമല്ലോ. ഓപ്പൺ ഇൻ്റർവെല്ലിൽ എന്തുണ്ടാവും? സെൻറ്ററിൽ നിന്ന് ഇത്ര ദൂരം വലത്തോട്ടും ഇത്ര ദൂരം ഇടത്തോട്ടും ഉണ്ടാവും. ആ റേഡിയസ് അതാണ് ഡെൽറ്റ. അപ്പോൾ ഓരോ ഡെൽറ്റക്ക് അനുസരിച്ച് ഓരോ ഇൻ്റർവെൽ വരുമല്ലോ. ഓരോ റേഡിയസിനനുസരിച്ച് ഓരോ പ്രത്യേക. അപ്പോൾ ചെറിയ ഡെൽറ്റ ആകുമ്പോൾ ഇത്ര ഉണ്ടാവും. പിന്നെ വലിയ ഡെൽറ്റ ആകുമ്പോൾ വീണ്ടും കൂടും, വീണ്ടും കൂടും, വീണ്ടും കൂടും. വലിയ ഡെൽറ്റ ആകുമ്പോൾ വലിയ ഇൻ്റർവെലായി മാറും. അപ്പോൾ ചെറിയൊരു ഇൻ്റർവെലെങ്കിലും നിങ്ങൾ കണ്ടെത്തി തരണം. വലുത് കണ്ടെത്താൻ പറ്റിയാലും ഓക്കെ, ഒന്നും കുഴപ്പമില്ല. വലുതോ ചെറുതോ എന്തെങ്കിലും കണ്ടെത്തും. ചെറുതാണ് എളുപ്പം. ചെറുത് കണ്ടെത്തണം. എന്താ ഇതിൻ്റെ പ്രത്യേകത? അവിടെയുള്ള എല്ലാ എക്സുകൾക്കും അതാണ് പറഞ്ഞത്. ലെറ്റ് സി ബിലോങ്സ് ടു എ, വി സേ ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി ഇഫ് ഗിവൺ എനി അപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വി ഹാവ് ടു ഫൈൻഡ് എ ഡെൽറ്റ. ദെയർ എക്സിസ്റ്റ് എ ഡെൽറ്റ. വി ഹാവ് ടു ഫൈൻഡ് എ ഡെൽറ്റ. ഐ ഹാവ് ടു ഫൈൻഡ് എ ഡെൽറ്റ. ഞാൻ ഒരു ഡെൽറ്റ നിങ്ങൾക്ക് പറഞ്ഞു തരണം. നിങ്ങൾ തന്ന അപ്സിലോണിന് ഞാനൊരു ഡെൽറ്റ നിങ്ങൾക്ക് പറഞ്ഞു തരണം. എന്താ ഡെൽറ്റയുടെ പ്രത്യേകത? ഇഫ് എക്സ് ഈസ് എനി പോയിന്റ് ഓഫ് എ സാറ്റിസ്ഫൈങ് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ, ദാറ്റ് ഈസ് സിയുടെ ഡെൽറ്റ അകലത്തിലുള്ള എക്സുകളൊക്കെ എടുത്താൽ എക്സ് ഈ ഇൻ്റർവെല്ലിൽ നിന്ന് എടുത്താൽ സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ എന്ന ഇൻ്റർവെല്ലിൽ നിന്ന് എക്സ് എടുത്താൽ ദാറ്റ് ഇസ് ഇവിടെയുള്ള എല്ലാ എക്സുകൾക്കും ഇവിടെ ഒരു എക്സ് എടുത്താൽ ആ എക്സിൻ്റെ ഇമേജ്, ഇവിടെ ഒരു എക്സ് എടുത്താൽ ആ എക്സിൻ്റെ ഇമേജ്, അവരുടെ ഇമേജ് എന്താ പറയുക? എഫ് ഓഫ് എക്സ് ഇവിടെ വരും, എഫ് ഓഫ് എക്സ് ഇവിടെ വരും. ഇതൊക്കെ നമ്മൾ നേരത്തെ വരച്ച ആ നൈബർഹുഡിനുള്ളിൽ തന്നെ വരണം. അപ്പം ഞാൻ തോന്നിയ പോലെ എനിക്ക് ഡെൽറ്റ എടുക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ വലിയൊരു ഡെൽറ്റ എടുത്തിരിക്കുക. എത്ര വലിയ ഡെൽറ്റ എടുത്തിരിക്കുക? ഇത്ര വലിയ ഡെൽറ്റ എടുത്താനുള്ള പ്രശ്നം എന്താ? ഇവിടെയുള്ള എക്സുകളുടെ ഇമേജ് എന്തായി പോകും? ഇവിടെ ഞാനൊരു എക്സ് എടുത്താൽ അതിന് ഇമേജ് ഇതാ ഇവിടെ വരും. എഫ് ഓഫ് എക്സ് ഇവിടെ എത്തിപ്പോയി. നമ്മൾ നേരത്തെ ഇൻ്റർവെല്ലിനുള്ളിലാണോ? നേരത്തെ പ്രീ അസൈൻ ചെയ്ത അപ്സിലോൺ നൈബർഹുഡിൻ്റെ ഉള്ളിലാണോ ഇപ്പോൾ ഉള്ളത് നമ്മൾ എഫ് ഓഫ് എക്സ്? അല്ല, പുറത്ത് ചാടി. എഫ് ഓഫ് എക്സ് ഇവിടെ എത്തിപ്പോയി. അതിനെന്തേ കാരണം? ഞാൻ ഡെൽറ്റ വലുതെടുത്തതുകൊണ്ടാണ്, വലിയ ഇൻ്റർവെൽ എടുത്തുകൊണ്ടാണ് ആ പ്രശ്നം. പക്ഷെ വലുതെടുക്കണ്ട, വലുതൊന്നും പറയുന്നില്ല, വലുതൊന്നും നിങ്ങൾക്ക് എടുക്കണമെന്ന് നിങ്ങളോട് ആരും പറയുന്നില്ല. നിങ്ങളോട് പറഞ്ഞു ഒരു ഡെൽറ്റയെങ്കിലും കണ്ടെത്തി തരാൻ മതി. ദർ എക്സിസ്റ്റ് വൺ ഡെൽറ്റ, അറ്റ്ലീസ്റ്റ് വൺ ഡെൽറ്റ, ഒരു ഡെൽറ്റ കണ്ടെത്തിയാൽ മതി. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ചെറിയൊന്ന് കണ്ടെത്തിയാൽ മതി. ചെറുതൊന്ന് കണ്ടെത്തി തരണോ അതിനുള്ളിലുള്ള. അപ്പം ഇതിന് നെഗേഷൻ എന്താ നോക്ക്. നെഗേഷൻ എന്താ? നെഗേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്കൊരു അപ്സിലോൺ തന്നു, പക്ഷേ എനിക്ക് എന്ത് കണ്ടെത്താൻ പറ്റുന്നില്ല? ഡെൽറ്റ കണ്ടെത്താൻ പറ്റുന്നില്ല. ദർ എക്സിസ്റ്റ് ആൻ അപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 such that we cannot find a delta with the property. We cannot find a delta with the following property. With the property. അപ്പോൾ എന്താ? എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് സി. എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് സി if
there x epsilon naught such that we cannot find a delta with the property. എന്താ പ്രോപ്പർട്ടി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ പ്രോപ്പർട്ടി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ പ്രോപ്പർട്ടി ഇതാ ഈ പ്രോപ്പർട്ടി ഉള്ള ഡെൽറ്റ. അപ്പോൾ ഡെൽറ്റ കണ്ടെത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ ചെറിയൊരു റിയൽ നമ്പറാണ്, റേഡിയസ് എന്ന് പറഞ്ഞാൽ ചെറിയ റിയൽ നമ്പറാണ്. 0.01 0.001 അല്ലെങ്കിൽ 0.1 അല്ലെങ്കിൽ 1.5 എന്നൊക്കെ പറയുന്നത് റിയൽ നമ്പർ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞ മാതിരി സീക്വൻസിൽ പറയുമ്പോൾ കെ കണ്ടെത്തി തരാമെന്ന് പറഞ്ഞാൽ കെ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ഇല്ലാഞ്ഞിട്ടല്ല. പിന്നെന്താ, ഏത് കെ എടുത്താലും പ്രശ്നക്കാരൻ ഉണ്ടാവും. കെൻ്റെ ശേഷം ഒരു പ്രശ്നക്കാരൻ n0 ഉണ്ടാവും, x(n0 - x > epsilon naught ആവുന്ന. അതേപോലെ ഇവിടെയും എന്താ ഡെൽറ്റ നമ്മൾ കണ്ടെത്തും. പക്ഷെ എന്താ ആ ഡെൽറ്റക്ക് പ്രത്യേകത ഉണ്ടാവില്ല. പ്രത്യേകത ഇല്ല എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വർക്ക് ചെയ്യൂല. എങ്ങനെ ഡെൽറ്റ എടുത്താലും ഇതൊന്നും വർക്ക് ചെയ്യൂല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ നമുക്ക് നോക്ക് ഡെൽറ്റ എങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്ത് എത്ര അടുത്ത് നിങ്ങൾ ചൂസ് ചെയ്താലും ഞാൻ ഈ വലത്തെ സൈഡിൽ ഈ ആ ഗ്രാഫിൻ്റെ പ്രത്യേകത, ഈ ഗ്രാഫ് നോക്ക് ഇങ്ങനെ പോയി ഇവിടെ വരെ എത്തിയതിനു ശേഷം പിന്നെ ഒരൊറ്റ ചാട്ട കണ്ടിന്യൂറ്റി ഇല്ല ഈ ഗ്രാഫിന്. ഡിസ്കണ്ടിന്യൂസ് ആണ്, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഒരു ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താ, അതിൻ്റെ ഗ്രാഫ് വരച്ചാൽ ബ്രേക്ക് ഇല്ലാതെ ഇങ്ങനെ പോകും. പെണ്ണ് ബോർഡിൽ നിന്ന് എടുക്കാതെ എനിക്ക് വരയ്ക്കാൻ പറ്റും. പക്ഷേ ഞാൻ പെണ്ണ് ബോർഡിൽ നിന്ന് എടുത്തിട്ടാണ് വരച്ചത്. ഇതുവരെ വരച്ചതിന് ശേഷം പിന്നെ ബോർഡിൽ നിന്ന് പെണ്ണ് എടുത്തതിന് ശേഷം പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വരയ്ക്കുക ചെയ്തത്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഈ ഗ്രാഫ് എന്തല്ല, കണ്ടിന്യൂസ് അല്ല. അതിന് കാരണം അപ്പോൾ കണ്ടിന്യൂസ് അല്ലാത്തതുകൊണ്ട് ഞാൻ നോക്ക് ഇവിടെ ഞാൻ വലത്തെ സൈഡിലെ സിയുടെ വലത്തെ സൈഡ്, സിയുടെയും C+Δയുടെയും ഉള്ളിൽ, സിയുടെയും C+Δയുടെയും ഉള്ളിലുള്ള ഏതൊരു എക്സ് എടുത്താലും ഉള്ള എക്സ് എടുത്താൽ ഒരു പ്രശ്നക്കാരൻ എക്സാണ്. ആ എക്സിനെ നമുക്ക് x∆ എന്ന് വിളിക്കുക. അപ്പം നമുക്കിത് ദാറ്റ് ഈസ് there exists epsilon naught greater than 0 such that for every delta greater than 0 there exists an x delta belongs to A. ഒരു എക്സ് ഡെൽറ്റ ബിലോങ്സ് ടു എനെ നമുക്ക് കണ്ടത് എക്സ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ഡെൽറ്റ അല്ല കേട്ടോ, എക്സ് സഫിക്സ് ഡെൽറ്റ, ഡെൽറ്റനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രശ്നക്കാരൻ എക്സ്. ആ പ്രശ്നക്കാരനെ ഈ ചിത്രത്തിൽ പല ചിത്രത്തിലും പല വിധത്തിൽ എടുക്കുക. ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൊടുക്കേണ്ടി വരിക, ചിലപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് കൊടുക്കേണ്ടി വരിക. ഈ ചിത്രത്തിൽ ഞാൻ എടുത്ത ഈ എക്സാമ്പിളിൽ റൈറ്റ് സൈഡിൽ നിന്ന് എടുത്താൽ മതി. റൈറ്റ് സൈഡിൽ നിന്ന് ഒരു എക്സ് എടുത്താൽ ഇതൊരു എക്സ് ആട്ടോ, എക്സ് സഫിക്സ് ഡെൽറ്റയാണ്. എക്സ് ഡെൽറ്റൻ്റെ ഇമേജ് എന്താ, f(x∆) ഇവിടെ വരും, f(x∆) ഇവിടെ വരും. അതവിടെ നമ്മൾ ഇതിൻ്റെ പുറത്തല്ലേ നമ്മൾ നേരത്തെ വരച്ച നൈബർഹുഡ് ഏതാ, v(f(c) എന്ന് പറയുന്നത് ചെറിയ നൈബർഹുഡ് ഇതാ. പക്ഷെ ഇതിൻ്റെ പുറത്തേക്ക് കടന്നില്ലേ. അപ്പോൾ there exists x∆ with the property that such that mod x∆ - c less than delta ആണ്. ദാറ്റ് ഈസ് x∆ എവിടെ ഉള്ളത്, c - delta C+Δ എന്ന ഇന്റർവെല്ലിൽ തന്നെയാണ് ഉള്ളത്. such that mod x∆ - c less than delta but mod f(x∆ - f(c) greater than or equal to epsilon naught. അപ്പോൾ നോക്ക് എല്ലാ ലെസ്താനുള്ളതും ഗ്രേറ്റർ ദാൻ ആക്കിയാലൊന്നും എന്താവില്ല, നെഗേഷൻ ആവില്ല. അപ്പോൾ വെറുതെ അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. നേരത്തെ x - c less than delta ആകുമ്പോൾ f(x - f(c) less than epsilon ആണ്. ചില ആൾക്കാർ എഴുതിയൊക്കെ x - c less than ഉള്ളത് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ ആകുമ്പോൾ f(x - f(c) ഗ്രേറ്റർ ദാൻ epsilon ഉണ്ട്. അതൊന്നുമല്ല. x - c less than delta ആകുമ്പോൾ തന്നെ ഇവിടെയും ലെസ് ദാൻ ഡെൽറ്റ തന്നെയാണ്. എന്ത് x∆ എവിടെ ഉള്ളത്, നമ്മൾ ഈ ഇന്റർവെല്ലിൽ തന്നെയാണുള്ളത്, ഇന്റർവെൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ എന്തല്ല, ഇതാ ഇങ്ങനെ വരച്ച് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും പോയി നമ്മളെ c ഇതാണ്, f(c) ഇവിടെയാണ്, f(c) ഇവിടെയാണ്. നമ്മൾ അപ്സിലോൺ നൈബർഹുഡ് ഇത്രേ തന്നത്. പക്ഷേ c∆, c - delta എന്നുള്ള ഏതൊരു ഇതെടുത്താലും നമുക്ക് എന്ത് കിട്ടും, വലത്തെ സൈഡിൽ ഒരു x∆ എന്നുള്ള ഒരാളെ കിട്ടും. എന്താ x∆ പ്രത്യേകത, x∆ ഇമേജ് ഇത് ഇവിടെ എത്തിപ്പോവും, f(x∆) ഇവിടെ എത്തിപ്പോവും. പക്ഷേ f(x∆) നമുക്ക് ശരിക്കും വരേണ്ടത് ഇതിൻ്റെ ഉള്ളിലല്ലേ. ഇതാണല്ലോ നമ്മളെ v(f(c). v(f(c) എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിൻ്റെ ഉള്ളിൽ കിടക്കണം. പക്ഷേ ഇതിൻ്റെ പുറത്തേക്ക് കടന്നു. ഇതിൻ്റെ പുറത്തേക്ക് കടക്കാൻ കാരണം എന്താ, കണ്ടിന്യൂസ് അല്ലാത്തത് കൊണ്ട്. അപ്പോൾ എന്താ കണ്ടിന്യൂറ്റി അല്ല, എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് ഉള്ളതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ എഫ് കണ്ടിന്യൂസ് എന്നുള്ള ഡെഫിനിഷൻ ആദ്യം എഴുതുക, എന്നിട്ട് എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. അപ്പോൾ എഫ് ഫെയിൽസ് ടു കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി വി സേ ദാറ്റ് എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് സി എന്ന് എഴുതിയതിന് ശേഷം എഴുതുക എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് സി ഇഫ് ദർ ഇസ് an epsilon naught such that we cannot find a delta with the above property. That is, there is epsilon naught such that for every delta there exists an x∆ in A such that mod x∆ - c is less than delta but mod f(x∆) - f(c) greater than or equal to epsilon naught. ഇനി നമുക്ക് ഡെൽറ്റ, ഇപ്പം ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെ, അത് ഞാനൊന്ന് എന്തുപയോഗിച്ചിട്ട് പറയുന്നു, നൈബർഹുഡ് ഉപയോഗിച്ചിട്ടൊന്ന് പറയുന്നു. നൈബർഹുഡ് ഉപയോഗിച്ച് പറയുമ്പോൾ എങ്ങനെ വരിക, ഒരു തിയറായിട്ടാണ് ബുക്കിൽ കൊടുത്തത്. പക്ഷേ അതിന് പ്രൂഫൊന്നും വേണ്ട, വളരെ ഈസി ആയിട്ടുള്ള വലിയ ക്ലാസ്സിൽ അതിന് പ്രൂഫായിട്ട് പറയും. തിയറം പറഞ്ഞ ഫംഗ്ഷൻ f from A to R is continuous at a point C belongs to if and only if given any epsilon neighborhood v epsilon of f(c). f(c)യുടെ ഏതൊരു നൈബർഹുഡ് v epsilon എടുത്താലും ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ c എന്ന് വിചാരിക്കുക, ഇതാണ് നമ്മൾ c പോയിന്റ് c, f(c) ഇവിടെ ഉണ്ട്, f(c).
അപ്സ് ഓഫ് സിയുടെ ഏതൊരു നൈബർഹുഡ് വി എപ്സിലോൺ ഓഫ് എഫ് ഓഫ് സി എടുത്താലും വി എപ്സിലോൺ ഓഫ് എഫ് ഓഫ് സി നമ്മൾ ഏത് ചൂസ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ദെയർ എക്സിസ്റ്റ് എ ഡെൽറ്റ നൈബർഹുഡ് വേ ഡെൽറ്റ വി ഡെൽറ്റ ഓഫ് സി സിയുടെ ഒരു നൈബർഹുഡ് വി ഡെൽറ്റ ഓഫ് സി ഇതാണ് വി ഡെൽറ്റ ഓഫ് സി എന്ന് പറഞ്ഞാൽ സി സെൻറ്ററും ഡെൽറ്റ റേഡിയസും ആയിട്ടുള്ള വി ഡെൽറ്റ ഓഫ് സി എന്ന ഇന്റർവെൽ അല്ലെങ്കിൽ നൈബർഹുഡ്. ഒരു നൈബർഹുഡ് നമുക്ക് ഇവിടെ കണ്ടെത്താൻ പറ്റും. There is a delta neighborhood v delta of c such that if x is any point of a intersection v delta of c, x ഈ ഇന്റർവെല്ലുള്ള ഏതൊരു ഈ ഇന്റർവെല്ലും എ ഇന്റർസെക്ഷൻ എന്ന് പറയാൻ കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇറാഷണൽ ആറായിട്ട് അല്ലെങ്കിൽ സെറ്റ് ആറ് റിയൽ നമ്പറിലുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് നമ്മളെപ്പോഴും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ റിയൽ അനാലിസിസ് ആയതുകൊണ്ട്. അതിലൊരു സബ്സെറ്റ് എ ആയിട്ട് ഞാൻ റാഷണൽ നമ്പേഴ്സ് എടുത്ത് ക്യൂ എടുത്ത്. അപ്പോൾ ഒരു റാഷണൽ നമ്പർ ഒരു 3/4 കണ്ടിന്യൂസിറ്റി ചെക്ക് ചെയ്യേണ്ടെങ്കിൽ റാഷണൽ നമ്പേഴ്സിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഡെൽറ്റ ഓഫ് സിയുടെ ഇൻ്റർവെല്ലിലുള്ള റാഷണൽ നമ്പേഴ്സ് മാത്രം എടുത്താൽ മതി. എക്സ് ഈസ് എനി പോയിന്റ് ഓഫ് എക്സ് ഈസ് എ റാഷണൽ ഇൻ വി ഡെൽറ്റ ഓഫ് സി. വി ഡെൽറ്റ ഓഫ് സിയിലെ ഏതൊരു റാഷണൽ നമ്പർ എക്സ് എടുത്താലും അതിൻ്റെ ഇമേജ് എഫ് ഓഫ് എക്സ് ഒക്കെ എന്തായിരിക്കണം? വി എപ്സിലോൺ. ഇതിനുള്ള എല്ലാ എക്സുകളുടെയും ഇമേജ്, ഇതിലുള്ള എക്സുകളുടെ ഒക്കെ ഇമേജ് എക്സിലും ഈ വി ഡെൽറ്റ ഓഫ് സിയിലും ഇന്റർസെക്ഷൻ എയിലും കൂടി ഉള്ള രണ്ടിലും കൂടി ഉള്ള ഇതിലും ഉണ്ടാവണം. എന്നാൽ എയിലുള്ള ആളും ആവണം, റാഷണലും ആവണം, ഇതിലും ഉണ്ടാവണം. ഈ ഇന്റർവെല്ലിൽ ഉണ്ടാവണം, റാഷണലും ആവണം. ഈ ഇന്റർവെല്ലുള്ള ഇറാഷണലിനെ നോക്കണ്ട. ഈ ഇന്റർവെല്ലുള്ള റാഷണലുകൾക്ക് അവരുടെ ഇമേജ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങണം. എന്തിൻ്റെ ഉള്ളിൽ കൊടുക്കണം? ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കണം. പുറത്തേക്ക് കടക്കരുത്, ഇങ്ങോട്ട് കടന്നു പോകരുത്, എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കണം. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു. ഇനി ഇത് കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് നിങ്ങൾ കണ്ടിന്യൂറ്റി എന്ന കൺസെപ്റ്റ് മനസ്സിലാക്കുക. കണ്ടിന്യൂറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MSc പോകുന്ന ആൾക്കാർക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കണ്ടിന്യൂറ്റി ആണെങ്കിലും കൺവേർജൻസ് ആണെങ്കിലും യൂണിഫോം കണ്ടിന്യൂറ്റി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ യൂണിഫോം കണ്ടിന്യൂറ്റി ഇത് പോയിന്റ് വൈസ് കണ്ടിന്യൂറ്റി എന്നാണ് പറയുക. ഒരു പോയിന്റിലാണ് നമ്മൾ കണ്ടിന്യൂറ്റി പറയുന്നത്, അതിനെ പോയിന്റ് വൈസ് കണ്ടിന്യൂറ്റി എന്ന് പറയും. ഇനി ഒരു സെറ്റിൽ കണ്ടിന്യൂറ്റി പറയുമ്പോൾ യൂണിഫോം കണ്ടിന്യൂറ്റി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. എല്ലാ പോയിന്റിലും ഒരു സെറ്റിലെ എല്ലാ പോയിന്റിലും പോയിന്റ് വൈസ് കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ സെറ്റിൽ കണ്ടിന്യൂറ്റി ഉണ്ട് എന്ന് പറയും. അതല്ലാതെ വേറെ തന്നെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, യൂണിഫോം കണ്ടിന്യൂറ്റി. അപ്പോൾ അതും ഒക്കെ വേർതിരിച്ച് പഠിക്കണമെങ്കിൽ ഇതൊക്കെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇനി നോക്ക്, അപ്പോൾ ഈ ഡെഫിനേഷനും കൂടി എഴുതുക. ഈ ഡെഫിനേഷനിലല്ല ഈ തിയറം 5.1.1 എന്ന് പറഞ്ഞ തിയറും കൂടി എഴുതുക. ഇനി നോക്ക്, ഇഫ് സി ബിലോങ്സ് ടു എ ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ, ഇഫ് സി ബിലോങ്സ് ടു എ നോട്ടായിട്ട് എഴുതുക, ഇഫ് സി ബിലോങ്സ് ടു എ ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ, cluster point of A, then F is continuous at C if and only if limit x tends to C, f of x equal to f of C. നിങ്ങൾ പ്ലസ് ടുവിൽ ഉപയോഗിച്ച ഇക്വേഷനാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ എഫ് ഓഫ് സി ആവുകയാണെങ്കിൽ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി. ഓക്കെ, അപ്പോൾ എന്താണ് ക്ലസ്റ്റർ പോയിന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.